അങ്ങനെ ഗുരുവായൂർ ഉത്സവത്തിന് പോകാൻ പറ്റാത്തവർ വീണ്ടും നമുക്ക് കൈപിടിച്ച് നമുക്ക് ഒന്നിച്ച് നടക്കാമല്ലോ. എത്ര ആളുകളാ, എത്ര ഭക്തരാ ഉണ്ടാവുക. ഭക്തരെല്ലാവരും കൂടെ ഒന്നിച്ച് മനോഹരമായിട്ട് ഗുരുവായൂർ തൊഴാൻ പോവാണ്. അപ്പോൾ അതൊരനുഭവമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഒരു സഹോദരി. ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് സഞ്ചരിച്ചാലോ? എൻ്റെ അനുഭവങ്ങൾ പറയാം. ഞാൻ നാട്ടിൽ അല്ല താമസം ട്ടോ. ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുപ്പിച്ചിട്ട് ഗുരുവായൂർ വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നീടാണ് അറിഞ്ഞത് ഉത്സവം കൊടിയേറുന്ന ദിവസമായിരുന്നു എന്ന്. കുറച്ച് നാളായി ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ്. പക്ഷേ ഈ സർപ്രൈസ് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു ട്ടോ. ആ ഉത്സവത്തിൻ്റെ അന്ന് ഗുരുവായൂർ എത്തുക എന്ന് പറയുന്നത്. അങ്ങനെ റൂം ബുക്ക് ചെയ്തു. സന്ധ്യയ്ക്ക് എത്തിയപാടെ കുളിച്ച് റെഡിയായി കിഴക്കേ നടയിൽ കൂടി കൊടിയേറ്റ് തൊഴുതു ട്ടോ. പിന്നെ നേരെ നിർമ്മാല്യത്തിന് ക്യൂവിലേക്ക്. അപ്പോഴേക്കും ക്യൂ ലേശം നീണ്ടിട്ടുണ്ടായിരുന്നു. തുറക്കുമ്പോൾ ഉടൻ ഗുരുവായൂരപ്പനെ ഇത്തവണയും കാണാൻ സാധിക്കില്ലല്ലോ എന്ന് കരുതി നാമം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കാണോ? എന്നാൽ ഏറ്റവും മുന്നിലത്തെ വരിയിൽ ഒരാൾക്ക് ഇടമുണ്ടെന്ന്. കേട്ട പാടെ ഞാൻ അദ്ദേഹത്തിന് കൂടെ മുന്നിലത്തെ വരിയിൽ ഒരാൾക്ക് ഇടമുള്ള ആ സ്ഥലത്ത് പോയിട്ട് നിൽപ്പായിട്ടോ. കുറേ മധ്യവയസ്കരായ സ്ത്രീകളും ഇദ്ദേഹവുമാണ് മുൻപിലുള്ളത്. അവരുടെ സംസാരത്തിൽ നിന്ന് പരിചയമുള്ള ഭാവം. എല്ലാവരും പരസ്പരം ബന്ധുക്കളാണെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഒരു നാട്ടുകാരൊക്കെ ആവാന്ന്. അകത്ത് ശീവേലി നടക്കുന്നുണ്ടായിരുന്നു. അവരെ സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞാൻ ശീവേലി കാണാൻ പോയി. അകത്ത് ചെന്നതും കാണുന്നത് ഭഗവതി കെട്ടിനടുത്ത് അവൽ നിവേദ്യം വിളമ്പുന്നതാണ്. ഓടിച്ചെന്ന് കൈ നീട്ടിട്ടോ. ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും നല്ല അവൽ കഴിച്ചിട്ടില്ല. വെളുപ്പിലേ നട തുറക്കാറായതും ആ മനുഷ്യൻ ക്യൂവിൽ മുന്നിൽ പോയിട്ട് കാണാതായപ്പോൾ കൂട്ടത്തിലുള്ള ഒരമ്മ, അയ്യോ അയാൾ എവിടെ, നട ഇപ്പോൾ തുറക്കുമല്ലോ, അതും പറഞ്ഞ് തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ആ മനുഷ്യൻ അവരുടെ ആരുടെയും കൂടെയുള്ള ആളല്ലായിരുന്നു. അവസാനം ക്യൂ തുറക്കാറായപ്പോൾ അദ്ദേഹം എത്തിട്ടോ. അകത്തെത്തിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സോപാനം തൊഴൽ. ആനപ്പുറത്തെ ഗമയിലിരിക്കുന്ന എൻ്റെ പൊന്നുണ്ണി. ഉണ്ണിയെ കുളിപ്പിക്കുന്നത് വരെ പടക്കേ വസ്തു ഇരിക്കാൻ പറ്റിയിട്ടോ. അത്രയും നേരം അവിടെ ഇരിക്കാൻ പറ്റി. അഭിഷേക തീർത്ഥം തന്നെ ചന്ദനപ്രസാദത്തോടൊപ്പം കിട്ടി. മനസ്സ് തുറന്നു ഒന്ന് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കുള്ള ആ യാത്രയിൽ ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ നടന്നത്. ശിവേലി പോകുമ്പോൾ നിലവിളിച്ച എന്നെ കണ്ണൻ നന്നായി കണ്ടു. അടുത്ത് നിന്ന ഒരാൾ പതിയെ ചോദിച്ചു, ഇത് ഗുരുവായൂരപ്പനെ കണ്ട സന്തോഷാണോ, വല്ല സങ്കടവും ഉണ്ടായിരുന്നോ? രണ്ടുമാണെന്ന് പറഞ്ഞ എന്നോട് അദ്ദേഹം എല്ലാം ശരിയായിക്കോളും, ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞുട്ടോ. പിറ്റേന്ന് കഞ്ഞി കുടിക്കാനും വരി നിൽക്കാൻ പോയ എന്നെ ഒരു പരിചയക്കാരൻ വന്നു. പുള്ളിക്കാരൻ നിൽക്കുന്നത് അവിടെ നിൽക്കാൻ സമ്മതിച്ചുട്ടോ. മനസ്സ് നിറയെ കഞ്ഞി കുടിച്ചു. വൈകിട്ട് കൂത്തമ്പലത്തിനടുത്തിരുന്ന് നാമം ജപിച്ച എന്നോട് ഒരു ചേച്ചി വന്ന് പറഞ്ഞു, ദേ പടിഞ്ഞാറേ തിടപ്പള്ളിയിൽ നിവേദ്യം കൊടുക്കുന്നുണ്ടെന്ന്. ഓടിപ്പോയി വരി നിന്ന എനിക്കും ഉണ്ണിയപ്പം കിട്ടിയിട്ടോ. പിറ്റേന്ന് കാലത്ത് ശിവേലി കാണാൻ എത്തിയപ്പോൾ അതാ മലർ നിവേദ്യം. എന്താ കഥ ഭഗവാനെ, അതും കിട്ടി. ഓടിപ്പോയി അതും വാങ്ങിക്കഴിച്ചു. മലരിന് ഒന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ടേസ്റ്റും തോന്നിയിട്ടില്ല. പക്ഷേ ഭഗവാന്റെ പ്രസാദത്തിന്റെ രുചി നാവിൽ നിന്ന് പോകുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴതാ തിരിച്ചറിയുന്നത്, ഇങ്ങ് ദൂരെ സങ്കടക്കടലിൽ കിടക്കുന്ന എന്നെ കൊണ്ടുപോയി കൊടിയേറ്റ് തൊഴിച്ചു. എല്ലാ നിവേദ്യങ്ങളും കഞ്ഞിയും പുഴുക്കും കഴിപ്പിച്ചു. പഴുക്കാമണ്ഡപത്തിനടുത്തിരുന്നു ദർശനവും നൽകി. ഉത്സവ കാഴ്ചകളും കാണിച്ചു. എന്നെ ആശ്വസിപ്പിച്ചു. വല്ലാത്തൊരനുഭവമായിരുന്നു. ഒറ്റയ്ക്ക് പോയിടത്തും ഒരിടത്തും ഒരു ബുദ്ധിമുട്ടും വന്നില്ല എനിക്ക്. എൻ്റെ ഉണ്ണി എൻ്റെ കൂടെയുണ്ടെന്ന് എപ്പോഴും മനസ്സിലായത്. എന്താ കഥ? മംഗ്ലീഷിലാണ് കേട്ടോ ടൈപ്പ് ചെയ്ത് അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് വായിച്ചത്. പക്ഷേ ഗുരുവായൂരെ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരം ഒറ്റയ്ക്ക് പോകുള്ള യാത്ര ഒരു സുഖമാണ്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പലരും പോകുന്നുണ്ടാവും. കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതും സുഖമാണ്. പിന്നെ കൂട്ടായിട്ട് പോകുന്നത് അതും സുഖമാണ്. എത്തുന്നത് ഗുരുവായൂരിലേക്കല്ലേ, പിന്നെ സുഖമില്ലാണ്ടിരിക്കും. എത്രയും പോസിറ്റീവായിട്ട് എനർജി ഉള്ള ഒരു സ്ഥലം നമ്മുടെ ഇവിടെ വേറെ ഉണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് അല്ലേ. ഒന്നും പറയാനില്ല. എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ.